വീഡിയോസിലേക്ക് സ്വാഗതം. യാത്ര ടു രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തെലുങ്ക് ദേശത്ത് നിന്ന് ഗംഭീരമായ റിപ്പോർട്ടുകളാണ് കൂടുതലായും വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണയില്ലെങ്കിലും തുടക്കം കിട്ടിയിരുന്നത് മികച്ച സിനിമ എന്ന് തന്നെയായിരുന്നു. അത് ശരിവെക്കുന്ന ലെവലിൽ തന്നെയാണ് രണ്ടാം ദിവസവും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തെലുങ്കിൽ നിന്ന് വരുന്നത് എന്ന് തന്നെ പറയാം. അവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന അവരിട്ടിരിക്കുന്ന റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒട്ടും മിക്ക മാധ്യമങ്ങളും അതിന് ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ 3 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ടൈംസ് ഓഫ് ഇന്ത്യ, സൂം എൻ്റർടൈൻമെൻറ്റ്, സി ന്യൂസ് തെലുങ്ക്, സമയം തെലുങ്ക്, 123 തെലുങ്ക്, ABP തെലുങ്കു, ടൈംസ് നൗ, ഗ്രേറ്റ് ആന്ധ്ര, ഫിലിം ബീറ്റ്, ഹിന്ദുസ്ഥാൻ ടൈംസ് തെലുങ്കു, NTV, 1 ഇന്ത്യ തെലുങ്ക്, 10 TV ഇവരെല്ലാം നൽകിയിരിക്കുന്നത് ഹെവി റേറ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക്. അതേപോലെ സാക്ഷി, അതേപോലെ NTVയും 4 റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമ വലിയ രീതിയിലേക്ക് ചർച്ചാ വിഷയമാകുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റായി നിൽക്കുന്നത്. ഒപ്പം ജീവ കൂടെ നിൽക്കുമ്പോൾ അത് വേറെ തലത്തിലേക്ക് പോകുന്നു. അതായത് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്ര വലിയ അധികായന്മാരായ നടന്മാരുണ്ടായിട്ടും തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളായ YSRും അതേപോലെ തന്നെ ജഗൻമോഹനും എത്തുന്നത്. എന്തായാലും മമ്മൂട്ടി നിറഞ്ഞാടുന്നു. മമ്മൂട്ടി കാണുമ്പോൾ അവർ YSRലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ജീവയെ കാണുമ്പോൾ അവർ അവരുടെ മുഖ്യമന്ത്രിയിലേക്കും എത്തുന്നു. വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ യാത്ര എന്ന സിനിമ അതേ രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു യാത്ര 2 എന്നുള്ളത് തന്നെയാണ് അഭിപ്രായങ്ങൾ വരുന്നത്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സിനിമയായിട്ട് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളുമൊക്കെ എത്രയാണെങ്കിലും അതിൻ്റെ കളക്ഷൻ എത്രയാണെങ്കിലും അവിടെ ഒറ്റ ലക്ഷ്യം തന്നെയുള്ളൂ, അടുത്ത എലക്ഷൻ എന്നുള്ളത്. അതായത് ഒരു 100 കോടിയോ 200 കോടിയോ അല്ല ഇതിനകത്തിലൂടെ ഈ ഒരു സിനിമയിലൂടെ അവർ നേടുന്നത് കോടിക്കണക്കിന് രൂപകളാണ്. 10,000 അല്ല, 50,000 അല്ല, അതിന് മുകളിലുള്ള ഒരു നേട്ടം തന്നെയാണ് ഈ ഒരൊറ്റ സിനിമ കൊണ്ട് ഈ ഒരു പാർട്ടി നേടാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാം ആദ്യ ദിനത്തെ കളക്ഷൻ 6 കോടിക്ക് മുകളിലാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലും സിനിമ എന്ന രീതിയിൽ അതിന് വലിയ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകും. പക്ഷേ ഇത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഒരു ചരിത്രം തന്നെയായിരിക്കും. കാരണം യാത്ര ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയായിരുന്നു. YSR കോൺഗ്രസിനെ അധികാരത്തിലെത്തുന്നതിൽ മുഖ്യ പങ്ക് യാത്ര എന്ന മമ്മൂട്ടി സിനിമയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ജഗൻമോഹനെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയെ വമ്പൻ വിജയത്തിലെത്തിക്കാൻ ഈ സിനിമയും ഉപകരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നിന്നുള്ള കമൻസുകൾ കാണുന്നത്. എന്തായാലും അത് അവരുടെ രാഷ്ട്രീയവും കാര്യങ്ങളും, നമ്മൾക്ക് സിനിമ മാത്രമാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടാം ദിവസത്തെ കളക്ഷൻ ആദ്യ ദിവസത്തിനേക്കാൾ കൂടുതൽ വരും എന്നുള്ള ലെവലിൽ തന്നെയാണ് ഏറിയ പങ്കും കാണുന്നത്. എന്തായാലും നമുക്ക് കാണാം. നമുക്കിവിടെ ഈ ഒരു സിനിമ കാണാൻ പ്രത്യേകിച്ച് ഒരു അവസരമില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ കാണാൻ കഴിയുകയാണെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് വീഡിയോസ്.